സ്കോളർഷിപ്പ് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. നിക്കോൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവരുടെ CSR ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ് നിക്കോൺ എന്ന് പറയുന്ന സ്കോളർഷിപ്പ്. നിക്കോൺ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള ക്യാമറകൾ, റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറ, ലെൻസ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന കമ്പനിയാണ് നിക്കോൺ എന്ന് പറയുന്ന കമ്പനി. ഈ നിക്കോൺ എന്ന് പറയുന്ന കമ്പനി അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോഗ്രഫി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് നിക്കോൺ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ആർക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്? ഫോട്ടോഗ്രഫിയുമായി ബന്ധപ്പെട്ട 3 മാസത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള 3 മാസമോ അതിൽ കൂടുതലോ ദൈർഘ്യമുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. അപ്പൊ നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്കിൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് നിക്കോണിന്റെ ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്കോളർഷിപ്പ് തുകയായിട്ട് എത്ര കിട്ടുക? 1,00,000 രൂപ വരെയാണ് എന്ത് ചെയ്യുക നമുക്ക് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുക. അതെന്താണ് നമ്മുടെ കോഴ്സിന് പഠിക്കുന്ന കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കിട്ടുക. മാത്രമല്ല ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആർക്കാണ് കിട്ടുക? നേരത്തെ പറഞ്ഞു 3 മാസത്തിലധികം ദൈർഘ്യമുള്ള ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കിട്ടുക. അവരെന്തായിരിക്കണം? +2 പാസ്സായിരിക്കണം. +2 പാസ്സായിട്ടുള്ള +2വിന് ശേഷം 3 മാസത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഫോട്ടോഗ്രാഫി കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. വാർഷിക വരുമാനം, ഫാമിലിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം എല്ലാ സോഴ്സിൽ നിന്നുള്ള വരുമാനത്തിന്റെയും കണക്ക് 6,00,000 രൂപയിൽ താഴെയായിരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് നോക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുന്നത്. കാരണം ആദ്യം അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾക്ക് സ്പെഷ്യൽ പരിഗണന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങളിലേക്ക് പോകാം. യോഗ്യതാ മാനദണ്ഡങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും? ഇന്ത്യയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം +2 പാസ്സായിരിക്കണം. +2 പൂർത്തിയായിട്ടുള്ള സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, ഏത് സ്ട്രീമിൽ നിന്നും +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാം. അവരെന്തായിരിക്കണം? കറന്റ്ലി എന്ത് ചെയ്യണം? പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കോഴ്സ് ഡ്യൂറേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 3 മന്ത്സ്, 3 മാസം മിനിമം ഉള്ള അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് എന്ത് ചെയ്യുക? ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക. ഫാമിലിയുടെ വാർഷിക വരുമാനം 6,00,000 രൂപയിൽ താഴെയാണ്. ഇനി എന്തൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് വേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് എന്ത് വേണം? ID കാർഡ് വേണം. ID കാർഡ് എന്ത് വേണം? ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID, ഇതിൽ ഏതെങ്കിലും ഒരു ID കാർഡ് വേണം. റീസെന്റ്ലി എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. റീസെന്റ്ലി എന്ന് പറയുമ്പോൾ 6 മാസത്തിന് മുൻപ്, അതായത് 6 മാസത്തിൽ കൂടുതൽ സമയത്തിന് മുൻപ് എടുത്ത ഫോട്ടോ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. കാരണം പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കുന്ന ഫോട്ടോ നമ്മളാണ് എന്നുള്ളത് ഐഡന്റിഫിക്കേഷൻ പ്രയാസം എന്തെങ്കിലും റിജക്ട് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റീസെന്റ്ലി എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ +2വിന്റെ മാർക്ക് ഷീറ്റ് വേണം. 10ാം ക്ലാസ്സിന്റെ മാർക്ക് ഷീറ്റ് നമ്മൾ എന്ത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അത് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കോഴ്സിന് അഡ്മിഷൻ എടുത്തിട്ടുള്ളതിന് ഡോക്യുമെന്റ്സ് കൊടുക്കണം. ഒന്നെങ്കിൽ ID കാർഡ് ആവാം, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് ആവാം. ഇത് പ്രൈവറ്റിൽ പഠിക്കുന്ന ആളുകൾക്കും ഗവൺമെന്റ് സ്ട്രക്ചറിൽ പഠിക്കുന്ന ആളുകളും ഇപ്പോ IT യിലൊക്കെ എന്തുണ്ട്? ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാം. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാം. കറന്റ് അക്കാഡമിക് ഇയറിന്റെ ഫീ റെസിപ്റ്റ് തന്നെ നമ്മൾ തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഫീ അടച്ചതിന് ഡോക്യുമെന്റ് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഫീ അടച്ചതിന് ഡോക്യുമെന്റ് നമ്മുടെ അടുത്ത് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് ഫീ സ്ട്രക്ചർ കളക്ട് ചെയ്യുക. അവരുടെ ലെറ്റർ ഹെഡിൽ ഫീ സ്ട്രക്ചർ കളക്ട് ചെയ്യുക. സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ ആളുകൾ സിഗ്നേച്ചർ വെച്ചിട്ടുള്ള, സീൽ വെച്ചിട്ടുള്ള അവരുടെ ലെറ്റർ ഹെഡിലുള്ള ഫീ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇൻകം പ്രൂഫ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ബാങ്കിന്റെ പാസ്ബുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ക്യാൻസൽഡ് ചെക്ക് കൊടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ബാങ്കിലേക്കാണ് അമൗണ്ട് ട്രാൻസ്ഫർ ആകുന്നുള്ളതുകൊണ്ട് നമ്മളുടെ എന്ത് ചെയ്യണം? അപ്ലിക്കന്റിന്റെ പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ കൂടെ അപ്ലോഡ് ചെയ്യണം. ഇത്രയാണ് കീ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഈ ഒരു സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾ കിട്ടും. അതിൽ നിങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക? ഈ വെബ്സൈറ്റിനകത്തേക്ക് വരിക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിക്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. പക്ഷേ സ്കോളർഷിപ്പിന്റെ പ്രോസസ്സുകൾ, അപ്ലിക്കേഷൻ സ്വീകരിക്കല്, ഈ സെലക്ഷൻ പ്രോസസ്സ്, ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന പരിശോധിക്കൽ, ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന ഏജൻസിയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ബഡ്ഡി ഫോർ സ്റ്റഡിയുടെ വെബ്സൈറ്റിനകത്താണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. മാത്രമല്ല എന്താണ്?
മുഴുവൻ ഫോട്ടോഗ്രാഫി ആസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ഇന്ത്യയിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോളർഷിപ്പിന് നമുക്ക് അപേക്ഷിക്കാം എന്ന് പറയുന്നു. ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 24-ാം തീയതിയാണ്. നമ്മൾ ഡെഡ് ലൈനിൽ കാത്തിരിക്കരുത്. കാരണം നമ്മൾ ഏറ്റവും പെട്ടെന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യം അപേക്ഷിക്കുന്ന ആളുകൾക്ക് പരിഗണന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1,00,000 രൂപ വരെ പ്രൊഫഷണൽ ആയിട്ട് ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആളുകൾക്ക് നിക്കോൺ എന്ന് പറയുന്ന കമ്പനി നൽകുന്ന സ്കോളർഷിപ്പാണ് നിക്കോണിന്റെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. വലിയൊരു അവസരമാണ്. ഇങ്ങനെയുള്ള സ്കിൽ കോഴ്സുകൾ പഠിക്കുന്ന, ഫോട്ടോഗ്രാഫി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫണ്ടിങ്ങിന് വേണ്ടി നിങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു വലിയൊരു സ്കോളർഷിപ്പാണ് നിക്കോൺ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഈ ഫീൽഡിൽ താല്പര്യമുള്ള, ഈ ഫീൽഡിൽ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ എടുത്ത കുട്ടികൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഇതുപോലെയുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു സ്കോളർഷിപ്പ് വിവരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ സ്കോളർഷിപ്പ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. ആ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആവശ്യമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ഹൈപ്പ് വീഡിയോക്കാണ് ഹൈപ്പ് കൊടുക്കുക. കൂടുതൽ സ്കോളർഷിപ്പ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.